ശരി, ഉദയകുമാർ ഉരുട്ടിക്കൊല കേസ് കേരളത്തെ പിടിച്ചുകുലുക്കിയ ഒരു ഉരുട്ടിക്കൊല കേസാണ്. നമുക്കറിയാം, തിരുവനന്തപുരത്തെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ടുപോയ പ്രതിയെ പോലീസ് ഉരുട്ടിക്കൊന്നായിരുന്നു കേസ്. പക്ഷേ CBIക്ക് അന്വേഷണത്തിൽ വീഴ്ച പറ്റി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതി ഇപ്പോൾ കേസിലെ പ്രതികളെ എല്ലാവരെയും വെറുതെ വിടുകയാണ്. സെയ്ഫ് സൈൻ ലാബ്ദീൻ തിരുവനന്തപുരത്തിനോടൊപ്പം തത്സമയം ചേരുന്നു. സെയ്ഫ്, ഈ കേസ് നല്ല പഴക്കമുള്ള കേസാണ്. അതിന്റെ വിശദാംശങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മപ്പെടുത്താമോ? എന്തായിരുന്നു ആ കേസ്? ആ കേസുണ്ടാക്കിയ കോളിളക്കം എന്താണ്? അതിലെ പ്രതികളാരാ തുടങ്ങിയ കാര്യങ്ങൾ? നിഷാദ്, ഈ കേസിന്റെ വിചാരണ സമയം മുഴുവൻ CBI കോടതിയിൽ ഞാൻ ഉണ്ടായിരുന്നു. അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനകത്ത് നമുക്കൊരു വിഷമം ഉണ്ടാക്കുന്നത് അമ്മ CBI കോടതി എന്ന് പറയുന്ന മൂന്നാമത്തെ നിലയിലാണ്, തിരുവനന്തപുരത്ത് വഞ്ചി കോടതിയുടെ മൂന്നാമത്തെ നിലയിലാണുള്ളത്. ഈ സ്റ്റെപ്പ് മുഴുവൻ കയറി ഓരോ തവണയും ഈ കേസ് ഓരോ തവണയും പരിഗണിക്കുമ്പോഴും ഇതിങ്ങനെ മാറ്റിവെക്കുമായിരുന്നു. ഈ പ്രതികൾ ഓരോ തരത്തിൽ ഹർജി ഹൈക്കോടതി കൊടുത്ത് വിടുതൽ ഹർജിയൊക്കെ കൊടുത്ത് ഓരോ തവണയും കേസ് പരിഗണിക്കുന്ന സമയത്തെല്ലാം ഈ അമ്മ അവിടെ വരുമായിരുന്നു. ഒരു 70-75 വയസ്സ് പ്രഭാവതി എന്ന് പറഞ്ഞിട്ടുള്ള അമ്മ. അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് സത്യത്തിൽ അവർ അനുഭവിക്കുന്ന വേദന എന്താണെന്ന് നമുക്കത് ഫീൽ ചെയ്യുമായിരുന്നു. അങ്ങനെ ഏതാണ്ട് 13 വർഷം നീണ്ട നിയമ പോരാട്ടമാണ് ഈ അമ്മ ഈ പ്രായത്തിൽ 75 കണ്ടാലും 75-80 വയസ്സ് തോന്നുന്ന ഈ അമ്മ നടത്തിയിട്ടുള്ളത്. ഈ വിചാരണ ഘട്ടം മുഴുവൻ ഈ കേസിന്റെ ഓരോ സമയത്തും, കേസ് മാറ്റിവെക്കുന്ന സമയത്തായാലും കേസിന്റെ വിചാരണ നടക്കുന്ന സമയത്തായാലും ഒരു സെക്കൻഡ് പോലും ഒഴിയാതെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈ സംഭവം നടക്കുന്നത് 2005 സെപ്റ്റംബർ 27 തിരുവനന്തപുരത്ത് ശ്രീകണ്ഠേശ്വരം പാർക്കിൽ വെച്ച് ഒരു ഒരു മാല മോഷ്ടിച്ചു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് അവിടെ കിടന്നുറങ്ങുകയായിരുന്നു ഉദയകുമാർ എന്ന യുവാവിനെ തിരുവനന്തപുരത്ത് ഫോർട്ട് പോലീസ് സ്റ്റേഷനിലുള്ള CIയുടെ അണ്ടറിലുള്ള 3 ഉദ്യോഗസ്ഥർ, ജിതകുമാർ, സജികുമാർ, ശ്രീകുമാർ എന്നീ 3 ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുക്കുകയാണ്. കസ്റ്റഡിയിലെടുത്ത ശേഷം അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിക്കുന്നുണ്ട്. ക്രൂരമായി മർദ്ദിച്ച് അദ്ദേഹം പിന്നീട് കൊലപ്പെടുന്നു. 2 ദിവസം കഴിയുമ്പോൾ കൊല്ലപ്പെട്ട ശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോഴാണ് അറിയുന്നത് ഇരുമ്പ് ദണ്ട് കൊണ്ട് ഈ ശരീരത്തിൽ ഇരുട്ടിയതിൻ്റെ ഏതാണ്ട് 22ഓളം പരിക്കുകൾ ആ ശരീരത്തിൽ ഗുരുതരമായ പരിക്കുകളുണ്ട്. അതാണ് ഈ ഉരുട്ടിക്കൊല കേസ് എന്ന് പറയുന്നത്. അത് ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിക്കുന്നു. പോലീസുകാരാണ് പ്രതികൾ എന്നുള്ളത് കൊണ്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയ കാര്യമായിട്ടുള്ള അന്വേഷണം ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നീട് ക്രൈംബ്രാഞ്ചിലേക്ക് കൈമാറുന്നു. ക്രൈംബ്രാഞ്ച് ഈ പോലീസുകാരാണ് പ്രതികൾ എന്നുള്ളതുകൊണ്ട് കാര്യമായ അന്വേഷണം ഉണ്ടായിട്ടില്ല. പിന്നീടാണ് ആ കേസ് CBIക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അമ്മ പ്രഭാവതി ഹൈക്കോടതിയെ സമീപിക്കുന്നത്. അവർ പറഞ്ഞത് ഈ പോലീസ് അന്വേഷണത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല, കാരണം പോലീസുകാരാണ് പ്രതികളെന്ന് അമ്മ പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി അത് CBIക്ക് വിടുകയുമാണ് ചെയ്തത്. CBIക്ക് വിട്ട് CBI അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ച് 13 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ആ കേസിൽ വിധി വരുന്നത്. ആ വിധി വന്ന ശേഷം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആ വഞ്ചിയൂർ കോടതിയുടെ താഴെ നിന്ന് അമ്മ പറയുന്ന ഒരു വാചകമുണ്ട്. അത് വല്ലാതെ ചില വാചകങ്ങൾ നമ്മൾ വല്ലാതെ ഹോൾഡ് ചെയ്യുമല്ലോ. അത് അമ്മ എന്ന് പറയുന്നത്, ഇനി എനിക്ക് വേറൊന്നും വേണ്ട, എൻ്റെ മകൻ്റെ അടുത്തേക്ക് പോയാൽ മതി എന്ന അമ്മ പറയുന്നൊരു വാചകമുണ്ട്. അത് അത്രയും വൈകാരികമായിട്ടാണ് അവർ അന്ന് സംസാരിച്ചത്. അമ്മയ്ക്കുള്ള നീതി കൂടിയാണ് ഇപ്പോൾ നിഷേധിക്കപ്പെട്ടത് എന്നുകൂടി തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകുന്ന ഉദയകുമാറിന്റെ ഉരുട്ടിക്കൊല കേസിൽ, മാലമോഷണ കേസിൽ പിടിച്ചുകൊണ്ടുപോയ യുവാവിനെ 3-4 പോലീസുകാർ ചേർന്ന് ഉരുട്ടിക്കൊല്ലുക എന്ന് വെച്ചാൽ ഒരാളെ നഗ്നനായി കിടത്തിയ ശേഷം അയാളുടെ മേലേക്ക് ഇരുമ്പ് ദണ്ടൊരെണ്ണം വെച്ചിട്ട് അതിന് മുകളിൽ കയറി നിൽക്കുകയോ അല്ലെങ്കിൽ പരമാവധി പ്രഷർ ചെയ്ത് കൊടുത്ത് അയാളുടെ മുകളിലൂടെ ഉരുട്ടും. പ്രാണൻ പോകുന്ന വേദനയാണ്. പോലീസുകാരുടെ അവസാനത്തെ മുറകളിലൊന്നാണ്. മിക്കപ്പോഴും ആളുകൾ മരിച്ചു പോകും. ആ കേസിൽ ഇപ്പോൾ കുറ്റക്കാരില്ല എന്ന് വന്നാൽ പിന്നെ ഈ നീതി നിർവഹണ സംവിധാനം എന്ന് പറയുന്നതിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ നില ഇപ്പോൾ എവിടെയാണ് എന്ന് ആലോചിക്കണം. കേരളത്തെ പിടിച്ചുകുലുക്കിയ ഒന്ന് കേസ്, ഒരു പ്രിവിലേജും ഇല്ലാത്ത ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു യുവാവും അവരുടെ അമ്മയും, ആ അമ്മയുടെ പോരാട്ടം നേരത്തെ സെയ്ഫ് ചൂണ്ടിക്കാണിച്ചതുപോലെ ആ പോരാട്ടത്തിൻ്റെ ഒരു അന്തിമ ഫലം കിട്ടിയെന്ന വിശ്വാസത്തിൽ അവർ ജീവിച്ചതെങ്കിൽ അതുപോലും ഇപ്പോൾ വിരുദ്ധ ഫലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്.